മിമ്പർ സ്ഥാപിക്കപ്പെടും. എപ്പോഴെങ്കിലും മദീനത്ത് പോകുമ്പോ അത് ഉൾക്കടലത്തോടെ ഓർക്കണം. ആ മിമ്പറിന്റെ മുകളിൽ ഞാൻ നിങ്ങളെ കാത്തിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. എല്ലാ നബിമാർക്കും ഹൗലുകളുണ്ട്. ചില നബിമാരുടെ ഹൗലുങ്കൽ ഒരാള് പോലും ഉണ്ടാകില്ല. ചില നബിമാരുടെ ഹൗലിങ്കിൽ കുറച്ചാൾക്കാർ. പക്ഷെ എന്റെ കൗസറിന്റെ അരികിൽ ജനമാബാഹുല്യമാണ്. ഞാൻ മിമ്പറിൽ നിങ്ങളെ കാത്തിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ സഹാബത്ത് ചോദിക്കുകയാണ്, അവര് നമ്മളെ പോലെയല്ല, സ്വർഗം ഉറപ്പിച്ച് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ നമ്മൾ. അവർ ചോദിക്കും, നബിയേ അങ്ങേ അവിടെ കണ്ടില്ലെങ്കിലോ നബിയേ? ഹബീബ് പറയാണ്, വേറെന്തൊക്കെ പണി ഉണ്ടാവുക ആ സമയത്ത്, വേറെ എന്തൊക്കെ ജോലി ഉണ്ടാവുക ആ സമയത്ത്. അപ്പോഴും ഈ നായകൻ എന്നെ നിങ്ങളെയും കാത്തു നിൽക്കുന്നല്ലേ ഈ പറയണത്. അവിടെ കണ്ടില്ലെങ്കിൽ സിറാത്ത് പാലത്തിന്റെ അരികിൽ ഞാൻ നിങ്ങളെ കാത്തു നിൽക്കുമേ മുഹമ്മദ് മുസ്തഫ. അവിടെ നിങ്ങളെ കണ്ടില്ലെങ്കിലോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യ നബി മറുപടി പറഞ്ഞില്ല. അവിടെ കണ്ടില്ലെങ്കിൽ പരിപാടി തീർന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 1,00,000 സലാത്തായിട്ടുണ്ട്. ഹബീബിങ്ങളെ, നമ്മളിവിടെ ഇരിക്കുന്ന ഉസ്താദുമാരുടെ സയ്യിദുൽ ഉലമാ ഉസ്താദ് അവർകളുടെ, നമ്മുടെ ഉസ്താദുമാരുടെ ഒക്കെ നേതൃത്വത്തിൽ മനസ്സുകൊണ്ട് റൗളയിലേക്ക് കടക്കുകയാണ്. നമ്മളൊക്കെ പിന്നിലുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യണേ റബ്ബേ. ബാബു സലാമിലൂടെ കടക്കുകയാണ്. ഒന്ന് ബിസ്മി ചൊല്ലിക്കോളൂ. അവിടെ മനസ്സുകൊണ്ടുള്ള ഒരു ചൊല്ലിയാ മതി. കണ്ടോ, ഒരു ശബ്ദം പോലും ഇല്ലല്ലോ. നേരത്തെ ഒക്കെ പലതരത്തിൽ ശബ്ദം, ഈ ഫാനിന്റെ ഒരു ശബ്ദമില്ലാതെ ശാന്തത, ശാന്ത നിശബ്ദം. ഉള്ളിലേക്ക് കയറുമ്പോൾ 10 അടി വെച്ചാൽ മുകളിൽ എഴുതിയിട്ടിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തെ പള്ളിയുടെ അതിർത്തിയിൽ ആണ് ഇപ്പോൾ. ഹബീബിങ്ങളെ, കണ്ണു തുറക്കരുത്. അതായത് ഇപ്പോഴത്തെ മസ്ജിദുൻ നബവി ഉണ്ടാകുന്നതിന് മുമ്പ് ഇന്ദയോലകളുടെ ഹരിതചാമരം, വെഞ്ചാമരം വീശിയ മണ്ണ് കുഴച്ചുണ്ടാക്കിയ നമ്മുടെ എക്സ്പോയിൽ അതിന്റെ പ്രാഗ്രൂപത്തെ കാണിക്കുന്നുണ്ട്. ആ മസ്ജിദുൻ നബിയുടെ അതിർത്തി ഉണ്ടാവില്ല, അതവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുകളിൽ അവിടെ കാലു വെക്കുമ്പോ ഒരോളത്തിൽ ഹജ്ജിനും ഉംറയ്ക്കും പോയി കയറരുത്. അപ്പ ഞെട്ടണം. പടച്ചോനെ, 1400 കൊല്ലം മുമ്പ് ഇവിടെയല്ലേ സഹാബത്തിരുന്നുണ്ടാവുക? യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, ഇവിടെയല്ലേ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. അവിടത്തെ നോക്കി പക്ഷി വന്നിരുന്നാൽ പോലും അറിയാത്ത രീതിയിൽ, അല്ലെങ്കിൽ പക്ഷികൾ പോലും ചലിക്കാത്ത രീതിയിൽ അനക്കമറ്റ് മുത്തുനബിയുടെ സൂര്യശോഭയുള്ള മുഖകമലങ്ങളിലേക്ക് നോക്കിയിരിക്കും. കണ്ണിറുക്കി ചുമ്മിക്കോളൂ. നമ്മൾ റൗളയിലേക്ക് കിടക്കുകയാണ്. ആ മിമ്പറിലേക്കൊന്ന് നോക്ക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കറുത്ത മുടി, ഇടത്തു നിന്ന് വലത്തോട്ട് ചീകി വെച്ച കേശാലങ്കാരം, നീളം മുടിയല്ല, ചുരുണ്ട മുടിയുമല്ല, ഉള്ളഴകുള്ള മനോഹരമായ കേശാലങ്കാരം.
ചിലപ്പോൾ ചെവിക്കുന്നി വരെ, ചിലപ്പോൾ തോള് വരെ. അല്ലാഹുവേ കിനാവിൽ കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. തിളങ്ങുന്ന വിശാലമായ നെറ്റിത്തടം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പുണ്യ നബിയെ നിഴല് പോലെ പിന്തുടർന്ന് ഹൃദയത്തിലേക്ക് പകർത്തിവെച്ച അനസ് തങ്ങൾ പറയാണ്, നിലാവുദിച്ചതുപോലെ 14 രാവിലെ പൂർണ്ണ ചന്ദ്രേന്ദുവിന്റെ ശോഭ. നീണ്ടൽപ്പം വളഞ്ഞ പുരികം, രണ്ടും കൂട്ടിമുട്ടിയിട്ടില്ല. പക്ഷെ ഒരു റിവായത്തിൽ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹുവിന്റെ റിപ്പോർട്ടിൽ കൂട്ടിമുട്ടി എന്നവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഉമ്മു മഅബദ് ബി റളിയല്ലാഹു അൻഹ മുസ്തഫ നബിയെ കണ്ടുമുട്ടുന്നത് ഹിജറ പോകുമ്പോൾ മണെല്ലാം പുണ്യ നബിയുടെ മുഖത്ത് വന്ന വേളയിൽ അങ്ങനെ തോന്നിയതാകാം. അനസ് തങ്ങൾ നേരെ പറഞ്ഞു, കൂട്ടിമുട്ടിയിട്ടില്ല, എന്നാൽ അടുത്ത് നിൽക്കുന്നുണ്ട്. അല്ലാഹുവേ, എത്ര മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ റെക്കോർഡഡ് ആണ്. ശമായിൽ തുർമുദി മാത്രമല്ല, വേറെയും ശമായിലുകളുണ്ട്, സീറകളുണ്ട്. ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ ഒരു മനുഷ്യന്റെ അനക്കത്തെ, അടക്കത്തെ, ചലനത്തെ, നിശ്ചലനത്തെ, വസ്ത്രത്തെ, ഭക്ഷണത്തെ, സന്തോഷത്തെ, സന്താപത്തെ, നടത്തത്തെ, ഇരുത്തത്തെ, നഖത്തെ, മുടിയുടെ നീളത്തെ, കൺപീലിയുടെ വലിപ്പത്തെ വരെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചരിത്രത്തിലേക മനുഷ്യൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഹബീബിന്റെ മൂക്കൽപ്പം നീണ്ടതാണ്, മദ്യം അല്പം ഉയർന്നതാണ്. കൗതുകം, മുത്തുനബിയുടെ മൂക്കിന്റെ തുമ്പത്ത് ഒരു വജ്രക്കല്ല് ജ്വലിക്കുന്നത് പോലെ ഒരു തിളക്കം. കാണാത്ത കിനാവേ നഷ്ടമാണത്. റസൂലുള്ളാന്റെ മുഖം ഒട്ടിയതല്ല. പറ്റുമെങ്കിൽ ഒന്ന് കരഞ്ഞോളൂ ഹബീബിങ്ങളെ, ഹൃദയം ഒന്ന് കരഞ്ഞു തുടങ്ങട്ടെ. എങ്കിൽ കുനിയയുടെ സമ്മേളന നഗരിയിൽ നിങ്ങൾക്ക് സമ്മാനമായി മൻ റആനി ഫിൽ മനാം ഫഖദ് റആനി ഓ കമാ ഖാല റസൂലുള്ളാഹ്. കാണാൻ തൗഫീഖ് നൽകണേ റബ്ബേ. ഇതിലേതെങ്കിലും മഹാന്മാരുണ്ടാവും, ഉറപ്പായിട്ടുണ്ടാവും. അവരുടെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് ഈ രാത്രി നാളെ ക്യാമ്പിൽ പുലരുന്നതിന്റെ മുമ്പ് ഇന്ന് കിനാവിലൊന്ന് കാണിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പൂതി പെരുത്താണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എഴുത്ത് കിട്ടി ഒരു സങ്കടം, നമ്മുടെ തൊലബയുടെ വിദ്യാർത്ഥികളെ മറന്നുപോയതിൽ പൊരുത്തപ്പെടാം. അവരോടി നടന്നിട്ടുണ്ട്. അങ്ങനെ ഇനി ഓരോരുത്തർ അല്ലാഹുവേ പൂതി പെരുത്ത് വന്നതാണ്. അല്ലാഹ്, ഇവിടെ പരിമിതികൾ ഒരുപാടുണ്ടായി, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. എന്നാലും ഇത്രമേൽ മനോഹരമായ ക്രൗഡുള്ള ഒരു സമ്മേളനം കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു സംഘടനയും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിഹാസം സമസ്തയാണ്. അതുകൊണ്ടുള്ള പരിമിതികളിൽ പൂതി പെരുത്ത് കഴിഞ്ഞവരാണ്. കിനാവിലൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്, ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ഒട്ടിയ കവിളല്ല, എന്നാൽ മാംസം തിങ്ങിയതുമല്ല, വട്ടമുഖമല്ല, എന്നാൽ നീളമുഖവും അല്ല. എന്റെ നബിയുടെ ചുണ്ടുകളോ റോസാദളം പോലെ. സാധ്യമായ വിശദീകരണമാണിത്. ചെറുഞ്ചിപ്പഴം പോലെ തുടുത്താതര പുടങ്ങൾ. അല്ലാഹുവേ, ഹബീബൊന്ന് ചിരിച്ചാലോ നക്ഷത്ര കുഞ്ഞുങ്ങൾ അരിച്ചു നടക്കുന്നത് പോലെ തിളങ്ങുന്ന ദന്തനിരകൾ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. 3 ലക്ഷം സലാത്തിനോട് അടുക്കാൻ പോവാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബിങ്ങളെ, റസൂലുള്ളാഹ് ചിരിക്കുമ്പോൾ അവിടുത്തെ 2 ഉളിപ്പല്ലുകൾ കാണുന്ന അത്രേ ചിരിക്കുള്ളൂ. അപൂർവമായി ഹദീസിൽ കാണാം
അവിടുത്തെ അണപ്പല്ല് കാണുന്ന അത്രയും ചിരിച്ചു എന്ന് അപൂർവമായ റിപ്പോർട്ടുകളിലുണ്ട്. എന്നാൽ ഒരിക്കലും ശബ്ദമുണ്ടാക്കി മുത്തുനബി ചിരിച്ചിട്ടില്ല. ക്യാമ്പെന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു സന്ദേശമാകണം. ഒച്ച വെച്ച് ചിരിക്കരുത്, പരിഹസിച്ച് ചിരിക്കരുത്, മൗനമായിരിക്കണം ചിരി. അത് ക്യാമ്പിന്റെ സമ്മാനമായി കൊണ്ടുപോകണം. എന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവിട്ടത് നാട്ടിൽ? ഇവിടെ എത്ര ആളുകളുടെ മനുഷ്യ പ്രയത്നമാണ് ഇതിന്റെ പിന്നിൽ. സയ്യിദുൽ ഉലമ മുതൽ അവസാനത്തെ ത്വലബ വിദ്യാർത്ഥി വരെ എത്രയെത്ര ആളുകളാണ് ഇതിന് ദിവസങ്ങൾ രാത്രിയെ പകലാക്കി മാറ്റിയത്. അതുകൊണ്ടൊരു സമ്മാനമാകണം. ചിരിക്കുമ്പോൾ മനോഹരമായ ചിരി, കൽബിൽ വെറുപ്പില്ലാത്ത ചിരി. മുത്തുനബി കൽബിൽ വെറുപ്പ് ഒരാളോടും ചിരിച്ചിട്ടില്ല. എന്റെ നബി വായ തുറന്നാൽ ചമപ്പോ റോസോ തോന്നുന്ന രീതിയിൽ മനോഹരമാണ് മുസ്തഫ നബിയുടെ വായ. ഹബീബിന്റെ മുഖമോ പാതിരാവിൽ പതിവിരിയുന്നൊരു പാരിജാതപ്പൂവിന്റെ സന്നിഗ്ധത. അല്ല അല്ല, ഹിമഗണങ്ങൾ, എങ്ങനെ പറയാം, ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ ഇതൽ വിടർത്തുമൊരു റൈഹാൻ പൂവ് പോലെ മുഹമ്മദ് മുസ്തഫ. അവിടത്തെ മുഖം അങ്ങനെയാണ്. ഒരു കൈ കൊണ്ട് പിടിച്ചാൽ ഒതുങ്ങുന്ന താടിരോമം, ബലിഷ്ഠമായ പെരടി, തൂലുൽ മർബൂഅ, ചുമലുകൾ വിശാലം, വിരിഞ്ഞ നെഞ്ച്. ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് രോമരാജി താഴോട്ടിറങ്ങിയിട്ടുണ്ട്. എന്റെ നബിയുടെ കുംഭവയറല്ല. അത് പറയുമ്പോഴാവും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഉണ്ണിനബിയുടെ ഇത്യവായല്ലേ. ഹബീബിന് കുംഭവയറല്ല, എന്നാൽ ഒട്ടിയ വയറുമല്ല. മനസ്സങ്ങൾ പറയാണ്, നെഞ്ചും വയറും സമമാണേ മുഹമ്മദ് മുസ്തഫ. പിന്നെ കണ്ണു തുറക്കാതെ ഹൃദയ കണ്ണുകൊണ്ടൊന്ന് നോക്കൂ. റസൂലുള്ളാന്റെ വയറിൽ 3 ചുളിവുകളുണ്ട്. നമ്മുടെ ചെറുപ്പക്കാർ കേരളത്തിലൊക്കെ 6 പാക്കിന് വേണ്ടി ജിമ്മിൽ പോകും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയറിൽ നേർത്ത 3 ചുളിവുകൾ, പുരുഷ പൗരുഷ സൗന്ദര്യത്തിന്റെ അടയാളം. അല്ലാഹുവേ, അൽ ഇൻസാനുൽ കാമിൽ ഫിൽ ആലം, the perfect man in the world, മുഹമ്മദ് മുസ്തഫ. നീണ്ട കൈകാലുകൾ. മുത്തുനബിയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ഇന്ന് രാത്രി നമ്മൾ പിടിക്കും, ഉറപ്പായിട്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. യമനി പട്ടിന്റെ മാർദ്ദവമാണ്. ഹബീബിന്റെ നഖമുണ്ടല്ലോ മിനുമിനുപ്പാണ്. കണ്ണാടിയിൽ നോക്കിയതുപോലെ ഹബീബിന്റെ നഖം കിടന്ന് തിളങ്ങും. എന്റെ നബി ചമപ്പാണോ? അല്ല. എന്റെ നബി കറുപ്പാണോ? അല്ല. ചമപ്പും വെളുപ്പും കലർന്ന ഗോതമ്പിന്റെ സ്വർണ്ണ വർണ്ണമേ മുഹമ്മദ് മുസ്തഫ. എന്റെ നബി ഉറങ്ങുമ്പോ കണ്ണുറങ്ങിയാലും കൽബുറങ്ങില്ല. എന്റെ നബി മുന്നോട്ട് നോക്കുമ്പോഴുന്നതുപോലെ പിറകോട്ടും കാണും. എന്റെ നബി നടക്കുമ്പോൾ അല്പം മുന്നോട്ടായും ഒരു കുന്നിറങ്ങി വരുന്നത് പോലെ. അല്ലാഹു. എന്റെ നബി ഒരു സദസ്സിലിരുന്നാൽ ഓട്ടോമാറ്റിക്കലി അവിടത്തെ ശിരസാണ് ഉയർന്നു നിൽക്കുക. അതായത് റസൂലുള്ളാന്റെ ശിരസ് ഉയർവുള്ളത് കൊണ്ടല്ല. അത് ഏത് സദസ്സിൽ മുത്ത് നബി ഇരുന്നാലും